നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതുവരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കുറ്റത്തിന്റെ വ്യാപ്തി നോക്കാതെ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന രീതിയിലാണ് പോലീസ് സുജിത്തിനെ മർദ്ദിച്ചത്. വിഷയത്തിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്നും അദ്ദേഹം ചോദിച്ചു. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് KPCC ആഹ്വാനം ചെയ്ത പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുന്നംകുളത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റത്തിന്റെ വ്യാപ്തി അനുസരിച്ച് കുറ്റം എത്ര വലുതാണോ അതനുസരിച്ചാണ് കൊലക്കേസിൽ കൊടുക്കുന്ന ശിക്ഷയല്ല ഒരു അടിപിടി കേസിൽ കൊടുക്കുന്നത്, ഒരു കളവ് കേസിൽ കൊടുക്കുന്ന ശിക്ഷയല്ല മറ്റൊരു കേസിൽ കൊടുക്കുന്നത്. ഇത്ര മൃഗീയമായി ഒരു ചെറുപ്പക്കാരനെ കോടതി പറഞ്ഞിരിക്കുന്നു, ആ ചെറുപ്പക്കാരൻ മദ്യപിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഇത്ര നിഷ്ഠൂരമായിട്ട് ആക്രമിച്ച് സംഘം ചേർന്ന് ആക്രമിച്ചവരെ സർവീസിൽ അവരിയ്ക്കാൻ യോഗ്യരല്ല, കാക്കിയിട്ട് നടക്കാൻ അവർ യോഗ്യരല്ല. അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ ചെയ്യണം. അതാണ് കോൺഗ്രസിന്റെ ആവശ്യം. അദ്ദേഹത്തിന്റെ വീട്ടുകാരെങ്ങനെ സഹിക്കും? അദ്ദേഹത്തിന്റെ വീട്ടുകാർ, ഞാൻ സുജിത്തിന്റെ വീട്ടുകാരെ കുറിച്ചല്ല, അദ്ദേഹത്തിന്റെ. കുന്നംകുളത്ത് പ്രതിഷേധ സമ്മേളനത്തിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് തന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല ഊരി നൽകി DCC പ്രസിഡന്റ്. 15-ാം തീയതി വിവാഹിതനാകുന്ന സുജിത്തിന് തന്റെ 2 പവൻ വരുന്ന സ്വർണ്ണമാലയാണ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കൂടിയുണ്ടായിരുന്ന വേദിയിൽ വെച്ച് സമ്മാനിച്ചത്. പ്രസംഗത്തിനിടെ TN പ്രതാപൻ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ വേദിയിലിരിക്കുന്ന ജോസഫ് ടാജറ്റ് എഴുന്നേറ്റ് വേദിയിൽ തന്നെയുണ്ടായിരുന്ന സുജിത്തിന് മാല കഴുത്തിലിട്ടു നൽകുകയായിരുന്നു. വൻ കയ്യടിയോടെയാണ് വേദിയിലുള്ളവരും സദസ്സിലുള്ളവരും ഇക്കാര്യം സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ KC വേണുഗോപാൽ സുജിത്തിന് സ്വർണ്ണമോതിരം സമ്മാനമായി നൽകിയിരുന്നു. നിയമ പോരാട്ടത്തിന് സുജിത്തിനൊപ്പം നിന്ന വർഗീസ് ചൊവ്വന്നൂരിന് DCC എക്സിക്യൂട്ടീവ് സ്ഥാനം കൂടി നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗത്തിൽ നടത്തി. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടർക്കു നേരെ സ്വകാര്യ ബസ് കണ്ടക്ടറുടെ മർദ്ദനം. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോയിരുന്ന KSRTC ബസ്സിലെ കണ്ടക്ടറായ കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. തോളലിന് പൊട്ടലേറ്റ രാജേഷ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാത്രി 9:30യോടെയായിരുന്നു സംഭവം. കേച്ചേരിയിലുണ്ടായ വാഹനക്കുരുക്ക് പരിഹരിക്കുന്നതിനായി രാജേഷ് കുമാർ റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ കാളത്തോട് സ്വദേശി മുഹമ്മദ് സാലിഹുമായി തർക്കമുണ്ടാവുകയും മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു. സംഘർഷത്തിനിടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടതായും ടിക്കറ്റ് മെഷീന് കേടുപാടുകൾ സംഭവിച്ചതായും രാജേഷ് കുമാറിന്റെ പരാതിയിൽ പറയുന്നു. പരാതിയെ തുടർന്ന് കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചേട്ടാ വണ്ടിന്ന് പോകൂല. ഹലോ ചേട്ടാ വണ്ടിന്ന് പോകൂല, ഗ്യാരണ്ടി വണ്ടിന്ന് പോകൂല. വണ്ടി ഇവിടെ നിൽക്കും, വണ്ടിന്ന് പോകൂല. പോലീസിനോട് ആ വണ്ടിന്ന് പോകൂല, എന്ന് വണ്ടിന്ന് പോകൂല. മാവോയിസ്റ്റ് ഭീഷണിയിൽ കുന്നംകുളം പോലീസ്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെതിരെയുണ്ടായ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് കുന്നംകുളം പോലീസിന് മാവോയിസ്റ്റ് ഭീഷണി. ബുധനാഴ്ച രാവിലെയാണ് മാവോയിസ്റ്റ് സംസ്ഥാന ചീഫ് രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ പേരിൽ അയച്ച മാവോയിസ്റ്റിന്റെ ഭീഷണി കത്ത് കുന്നംകുളം പോലീസിന് ലഭിച്ചത്. സംസ്ഥാനത്തെ യൂണിഫോം ഉദ്യോഗസ്ഥർക്കെതിരായി ജനങ്ങൾ അണിനിരക്കണമെന്നാണ് കത്തിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. നേപ്പാൾ ആഭ്യന്തര കലാപത്തെ തുടർന്ന് നേപ്പാൾ ചൈന ബോർഡർ അടച്ചതോടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരിൽ 2 തൃശൂർ സ്വദേശികളും. കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ എരുമപ്പെട്ടി സ്വദേശി ഡോക്ടർ സുജയ് സിദ്ധാർത്ഥൻ, ബിസിനസ്സുകാരനായ വാടനപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്ന തൃശൂർ സ്വദേശികൾ. ചൈനയിൽ ഉൾപ്പെട്ട ടിബറ്റിലെ ഡാർച്ചുൻ ചെറിയ പട്ടണത്തിലാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് ഇവർ ഉൾപ്പെടെയുള്ള 100 പേരടങ്ങുന്ന സംഘം കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോയത്. ഇതിൽ 10 പേർ മലയാളികളാണ്. 10 ദിവസത്തെ യാത്രയായിരുന്നു. ഇന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടതായിരുന്നു. ഇതിനിടയിലാണ് നേപ്പാളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. തുടർന്ന് നേപ്പാൾ ബോർഡർ അടയ്ക്കുകയായിരുന്നു.
കൈലാസത്തിനടുത്തുള്ള ഉയരം കൂടിയ പ്രദേശത്തെ ബേസ് ക്യാമ്പിലാണ് ഇവരുള്ളത്. ഓക്സിജൻ കുറഞ്ഞ പ്രദേശമാണ്. പ്രായമായവരും സംഘത്തിലുണ്ട്. പലരും ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. രോഗികളായവർക്ക് മരുന്നുകൾ നൽകുന്നുണ്ടെന്നും എന്നാൽ ഓക്സിജൻ കുറവാണെന്നും ഡോക്ടർ സുജയ് പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവ് V. മുരളീധരൻ, AC മൊയ്തീൻ MLA, K. രാധാകൃഷ്ണൻ MP എന്നിവർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെന്നും ആശങ്ക വേണ്ട എന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ സുജയ് പറഞ്ഞു. ഗുരുവായൂർ പഞ്ചാരമുക്ക് സെന്ററിൽ ബൈക്കിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. തമിഴ്നാട് സ്വദേശി 60 വയസ്സുള്ള രാജഗോപാലനാണ് മരിച്ചത്. റോഡ് മുറിഞ്ഞു കടക്കുന്നതിനിടെ ബൈക്കിടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ഇയാളെ ഗുരുവായൂർ ആക്സ് പ്രവർത്തകർ ചാവക്കാട്ടെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനു നേരെ നടത്തിയ ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവറട്ടി, എളവള്ളി, തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി അനിൽ പുളിക്കൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പോലീസ് സ്റ്റേഷനുകൾ CPM ഓഫീസുകളായി മാറിയെന്ന് അനിൽ പുളിക്കൻ ആരോപിച്ചു. കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ കോൺഗ്രസുകാരെ തിരഞ്ഞുപിടിച്ച് കള്ളക്കേസുകളിൽ ഉൾപ്പെടുത്തുന്ന രീതിയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി PK രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി സിജു പാവറട്ടി, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റുമാരായ PB ഗിരീഷ്, PP സ്റ്റീഫൻ, പ്രസാദ് വാഗ, BV ജോയ് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മീര ജോസ്, അക്ബർ അലി, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സെയ്ദ് മുഹമ്മദ്, ആന്റോലി ജോ, AD സാജു എന്നിവർ നേതൃത്വം നൽകി. പയ്യൂർ പോർക്കളങ്ങാട് റോഡിൽ മാലിന്യം തള്ളിയ നിലയിൽ. റോഡിനോട് ചേർന്ന പാടത്താണ് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. ശുചിമുറി മാലിന്യമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിരവധി യാത്രികർ പോകുന്ന വഴിയിലാണ് സാമൂഹ്യദ്രോഹ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നതിനാൽ ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മാസങ്ങൾക്ക് മുമ്പും ഇവിടെ മാലിന്യം തള്ളിയിരുന്നു. മാലിന്യ നിക്ഷേപം കൃഷിയെയും പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയാണ്. സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്ലീമയ്ക്ക് യാത്രയയപ്പ് നൽകി. കാട്ടകമ്പൽ പഞ്ചായത്തിലെ രാമപുരം ആരോഗ്യ കേന്ദ്രത്തിൽ വാർഡ് മെമ്പർ MS മണികണ്ഠന്റെ അധ്യക്ഷതയിൽ നടന്ന യാത്രയയപ്പ് യോഗം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുഗതൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ നവ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജയശ്രീ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മാജിദ് തുടങ്ങിയവർ സംസാരിച്ചു. തസ്ലീമ മറുപടി പ്രസംഗം നടത്തി. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ വാഗ കുന്നത്തുള്ളി അമ്പലം റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. റോഡിന്റെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ രാജീവ് മണികണ്ഠൻ, ഷാലി ചന്ദ്രശേഖരൻ, എളവള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP രാജു എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡിൽ ഗതാഗതത്തിന് തടസ്സമായി നിന്നിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകളും ഗ്രാമപഞ്ചായത്ത് പണമടച്ച് മാറ്റി സ്ഥാപിച്ചിരുന്നു. വേലൂർ കുറുമാൽ വിക്ടോറിയ വന്ദനം റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. തിരുവാതിരക്കളി, നൃത്ത സംഗീത പരിപാടികൾ, വടംവലി, കുട്ടികളുടെ മറ്റ് കലാപരിപാടികളും അരങ്ങേറി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. പ്രസിഡന്റ് സുനിൽ G. ആലിൽ, സെക്രട്ടറി സിജു പാലയിൽ, ട്രഷറർ ജിൻഡോ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുബിൻ, ആനന്ദകൃഷ്ണൻ, ഹരിമോഹൻ, ജയകുമാർ, വത്സലകുമാരി എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 135 രൂപ. ചരമം. ചാലിശ്ശേരി കവുക്കോട് കുന്നത്ത് നാരായണൻ നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ചെറുതുരുത്തി ശാന്തിതീരം ശ്മശാനത്തിൽ നടത്തി. ഉഷയാണ് ഭാര്യ. വൈശാഖ്, വിസ്മയ എന്നിവർ മക്കളാണ്.
വാഗ തൈവളപ്പിൽ കുമാരൻ ഭാര്യ സുശീല നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.